ഹായ് ഓൾ. കേട്ടതിനെയും വായിച്ചതിനേക്കാളും ഒക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കാറ് നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസുകളാണ് അല്ലേ. അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരു എന്നൊക്കെ ചെറുപ്പം തൊട്ടേ നമ്മൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ എൻ്റെ എക്സ്പീരിയൻസുകളിൽ നിന്ന് ഞാൻ എന്തെങ്കിലും പുതുതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോടും കൂടി ഷെയർ ചെയ്യാം എന്നുള്ളൊരു ചെറിയ തോട്ടിൽ നിന്നുണ്ടായ ഒരു പുതിയ തുടക്കമാണ് എൻ്റെ ഈ ചാനൽ. വെൽക്കം ടു ദി കാറ്റലിസ്റ്റ്. ലെറ്റ്സ് റീതിങ്ക്. ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പേര് ചിന്തിച്ചു വെച്ചേക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരാളുടെ ലൈഫിന്റെ ലക്ഷ്യം തന്നെ പഠിക്കുക, മാർക്ക് വാങ്ങുക, ജോലി കിട്ടുക എന്നുള്ളതാണ്. ആക്ച്വലി അത് ശരിയാണോ? ഈ ജോലി കിട്ടിയതിന് ശേഷം ഇവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് സൊസൈറ്റിക്ക് ഒരു ക്വസ്റ്റ്യനേ അല്ല. ഇപ്പൊ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, പക്ഷെ പഠിക്കാൻ പറ്റും, മാർക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ട് MSc കെമിസ്ട്രി വരെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ചിലർക്ക് ഡാൻസർ ആവണമെന്ന്, ചിലർക്ക് ഡോക്ടർ ആവണമെന്ന്, ചിലർക്ക് ഇത്ര സാലറിയുള്ള ജോബ് വേണമെന്നായിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് ചെയ്താലും അത് സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം, മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തൊരു ടൈമിൽ ഡയറക്റ്റ്ലി ഇത് ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ഫാമിലിക്കും പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ആദ്യം ജോബ് സെറ്റാക്കാം. അപ്പൊ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം ജോബ് റിസൈൻ ചെയ്യാം, എന്നിട്ട് എൻ്റെ പാഷൻ ഫോളോ ചെയ്യാം. അപ്പൊ ഈ ഒരു സമയത്തും സൊസൈറ്റീനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് തന്നെ ഒപ്പിക്കണം എന്ന്. അങ്ങനെയാണ് ഞാൻ SSC കോച്ചിങ്ങിന് പോകുന്നത്. പോയപ്പോഴാണ് കാര്യം മനസ്സിലായേ, സംഭവം പെട്ടെന്നൊന്നും നടപടിയാവൂല എന്ന്. ഇത് ഞാൻ വിചാരിച്ച പോലെ ചെല്ലുന്നു, പഠിക്കുന്നു, ജോലി കിട്ടുന്നു, അങ്ങനെയല്ല. ഒരു ഗവൺമെന്റ് ജോബ് അത് എത്ര ചെറുതായാലും അവിടെ കോമ്പറ്റീഷൻ അത്രയും വലുതായിരുന്നു. അപ്പോൾ ഞാനിതത്ര പാഷനേറ്റ് ആയിട്ട് ചെയ്യാത്തത് കൊണ്ടു, പിന്നെ ഈ ഫീൽഡിലെ കോമ്പറ്റീഷൻ അത്ര കൂടുതലായതുകൊണ്ട് ഗ്രാജുവലി ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആവാൻ തുടങ്ങി. ഈ ഒരു എക്സാം പ്രിപ്പറേഷന്റെ ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാനും അമലും ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടക്കം തൊട്ടേ അമൽ എന്നോട് പറയുമായിരുന്നു, നീ SSC നോക്കണ്ട, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാനും കൂടി ജോലിക്ക് പോയാലേ നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളൊരു സിറ്റുവേഷൻ കറന്റ് നമുക്കില്ല. പക്ഷെ എന്നിട്ട് ഇപ്പോഴും അമൽ എന്നോട് പറയേണ്ടി വരികയാണ്, പൈസക്ക് വേണ്ടി നീ ജോലിക്ക് പോകണ്ട, നീ നിന്റെ പാഷൻ ഫോളോ ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും പക്ഷെ എനിക്ക് ഇപ്പോഴും ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ കുറച്ചാൾ ഇങ്ങനെ ആലോചിച്ചു, എന്താ എനിക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന്. അപ്പൊ എനിക്ക് തോന്നി അതിന് പല കാരണങ്ങളുണ്ട് എന്ന്. ഒന്നാമതായിട്ട്, നമ്മൾ എവിടെ പോയാലും നമ്മളോട് ആൾക്കാർ ചോദിക്കും അല്ലേ, നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പൊ തന്നെ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് എനിക്ക് പറയാനൊരു ഉത്തരവില്ല എന്നുള്ളത്. സോ ഞാൻ ഇനി ചൂസ് ചെയ്യുന്ന ഫീൽഡ് ആണെങ്കിലും അത് ഭയങ്കര കോമൺ പാത്തല്ല. അപ്പൊ അടുത്ത കാലത്തൊന്നും സൊസൈറ്റീന്റെ നീഡ് അനുസരിച്ചുള്ള ഒരു ആൻസർ പറയാൻ എനിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ഇനി രണ്ടാമത്തെ, അതെന്റെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, കോച്ചിങ്ങിന് പോകുന്നു, എന്നിട്ടിപ്പോൾ അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. അപ്പൊ ഇത് ശരിയാവുമോ? ഞാൻ തോറ്റു പോവുമോ? ഇനി തോറ്റാൽ എൻ്റെ കുറേ സമയം അവിടെ വേസ്റ്റ് ആവുമോ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേടിയുണ്ട് എനിക്ക്. ഇനി അടുത്ത പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഞാൻ ഭയങ്കര പീപ്പിൾ പ്ലീസറാണ്. പണ്ടൊട്ടേ അതെനിക്ക് ഭയങ്കര ശീലമായിപ്പോയി. അപ്പൊ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം കേട്ടാ എല്ലാവരും അത് കൈയടിച്ച് പാസ്സായിക്കൊള്ളണം എന്നൊന്നുമില്ല. ചിലരെന്നെ കുറ്റം പറയാം, ചിലരിപ്പോ ഇങ്ങനെ ചോദിക്കാം, ഇതിനകത്തെല്ലാം വല്ല 10 പൈസയും കിട്ടുമോ മോളെ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്നെ അത് വല്ലാണ്ട് കുത്തും. അപ്പൊ മറ്റുള്ളവരെന്തോ പറയട്ടെ, ഞാൻ അത് മൈൻഡ് ചെയ്യണ്ട എന്നുള്ളൊരു കറേജ് എനിക്ക് ഉള്ളിൽ നിന്ന് വരുന്നില്ല എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എൻ്റെ കോംപ്ലക്സ് ആണ്. ഫോർ എക്സാമ്പിൾ, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. അപ്പൊ കുറെ ആയി അമല് പറയുന്നുണ്ടായിരുന്നു, നമുക്കൊരു 1 വീക്ക് ട്രിപ്പ് പോയാലോ എന്നൊക്കെ. പക്ഷെ ഞാനൊരു ഏർണിംഗ് മെമ്പർ അല്ല. അപ്പൊ അവന്റെ പൈസ കാണല്ലോ ഞാൻ ഈ കറങ്ങാൻ പോകുന്നതെന്നുള്ള എന്റെ കോംപ്ലക്സിന്റെ പുറത്ത് നമ്മളെ ആ ട്രിപ്പ് ഇതുവരെ പോസിബിൾ ആയിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞ കോംപ്ലക്സുകൾ എനിക്ക് മാത്രമല്ല, ഇതെന്റെ വീട്ടുകാർക്കും ഉണ്ട്. ഞാനും അമ്മയും കൂടെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ബില്ല് ഞാൻ പേ ചെയ്യാന്ന് പറഞ്ഞാൽ അമ്മ പറയാൻ പോകുന്ന അടുത്ത ഡയലോഗ് ഇതായിരിക്കും, നിനക്ക് ജോലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പോ അമലിന്റെ പൈസയല്ലേ, അമലിന്റെ പൈസക്ക് ബില്ല് പേ ചെയ്യുന്നത് മോശമല്ലേ എന്ന്. ആക്ച്വലി അറിഞ്ഞോ അറിയാണ്ടോ ഇവരും എൻ്റെ കോംപ്ലക്സിനെ ഇന്റൻസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റാതിരിക്കുന്നതിന് എൻ്റെ കാരണങ്ങൾ. ശരിക്കും ഇപ്പോഴല്ലെങ്കിൽ നമ്മളെ 20s പിന്നെ എപ്പോഴാണ് നമ്മളെ ഇഷ്ടങ്ങൾ ചെയ്യുക? ഇതുപോലത്തെ എക്സ്പെരിമെന്റ്സ് നമുക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുക? നമ്മൾ 60 കഴിഞ്ഞിട്ടു അതൊക്കെ നടക്കുമോ? അതൊന്നും നമ്മളെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ നമുക്ക് ഇപ്പൊ ചെയ്യാനുള്ളത് ഇപ്പൊ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ,
നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടാണ്ട് നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ മുന്നോട്ടുള്ള വഴി കുറെ കൂടെ എളുപ്പമാവും. ഓവർ തിങ്ക് ചെയ്യണ്ട എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഈ പറയുന്നത്ര എളുപ്പമൊന്നുമല്ല ഓവർ തിങ്ക് ചെയ്യാതിരിക്കാൻ. പക്ഷെ ഇത് മിനിമൈസ് ചെയ്യാൻ നമുക്കൊരു വഴിയുണ്ട്. നമ്മുടെ ഗോളിനെ വലിയൊരു സംഭവമായിട്ട് കാണുന്നതിന് പകരം അതിനെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പായി ബ്രേക്ക് ഡൗൺ ചെയ്യാന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ ഗോള് യൂട്യൂബിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കണ്ടന്റ് ക്രിയേറ്റർ ആവുക എന്നാന്ന് വിചാരിക്കുക. എന്നെ കൊണ്ട് ഇതൊക്കെ ആവുമോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് ഇത് ഒഴിവാക്കുന്നവരായിരിക്കും നമ്മളിൽ മിക്കവരും. പക്ഷെ ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തായിരുന്നു? ഏറ്റവും ആദ്യത്തെ ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പായിരുന്നു ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നില്ലേ? ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, ഫസ്റ്റ് വീഡിയോന്റെ ടോപ്പിക് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പം തന്നെ രണ്ടാമത്തെ ഞാൻ എന്ത് ചെയ്യും, മൂന്നാമത്തെ ഞാൻ എന്ത് ചെയ്യും, നാലാമത്തെ ഞാൻ എന്ത് ചെയ്യും, നീ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആവാതിരിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, അതായത് ഒരു സ്റ്റെപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയാൽ മാത്രം അടുത്തതിനെ പറ്റി ആലോചിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോഴും എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഓവർകം ചെയ്ത് സക്സസ്ഫുൾ ആയി അങ്ങനെ വന്നിരിക്കുമെന്നല്ല ഞാൻ. പക്ഷെ കുറച്ച് കൊല്ലം കഴിഞ്ഞ് റിസൾട്ടും കൊണ്ടേ ഞാൻ വരൂ എന്ന് വിചാരിക്കുന്നതിനെക്കാട്ടിലും എന്താ പറയാ, ഈ തോട്ട് തന്നെ ഒരു ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ അത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയോണ്ടാണ് ഞാനിത് ചെയ്തത്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയാൽ അത്രയും സന്തോഷം. താങ്ക് യു.